എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജോയ്സി. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ബ്രെഡ് ആവി കയറ്റിയതും ഒരു ബീഫ് സ്റ്റൂ ഉണ്ടാക്കിയാലോ. ഒരിടയ്ക്ക് ട്രെൻഡിങ് ആയിരുന്നു നമ്മുടെ ബീഫ് സ്റ്റൂവും നമ്മുടെ ബ്രെഡ് ആവി കയറ്റിയതും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. നമുക്ക് ഇച്ചിരി ബീഫ് സ്റ്റൂവും നമ്മുടെ ബ്രെഡ് ആവി കയറ്റിയതും കൂടെ നമുക്കൊന്ന് തയ്യാറാക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതേ ഒരു 1/2 കിലോ ബീഫ് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്കൊരു ഇച്ചിരി കുരുമുളക് പൊടി, ഉപ്പും ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് നമുക്കൊന്ന് ഒരു 7 വിസിലടുപ്പിച്ചൊന്ന് വേവിച്ചെടുത്തുകൊണ്ട് വരാവേ. അപ്പോൾ ഇതേ നമ്മുടെ ബീഫ് അങ്ങനെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തോട്ട് ചേർക്കാനുള്ള ഉരുളക്കിഴങ്ങും കൂടെ നമുക്കിട്ട് അതിനകത്തോട്ടിട്ട് ഒറ്റ വിസിലും കൂടെ നമുക്ക് അടുപ്പിച്ചൊന്നെടുത്ത് മാറ്റി വെക്കാവേ. അതിനുശേഷം നമുക്കൊരു പാൻ അടുപ്പേ വെച്ചു. ആ പാനിനകത്തോട്ട് നമുക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക, ബേ ലീഫ് ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്ത് സ്പൈസസ് എല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മുടെ സവോള ഇട്ടൊന്ന് ഇളക്കണം. ഞാനത് ആദ്യമേ ഇടാൻ മറന്നുപോയി, പിന്നെയാണ് ഞാനത് ചേർത്ത് കൊടുത്തത്. അപ്പോൾ നന്നായിട്ട് നമ്മുടെ സവോളയൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് വേണം നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ബീഫും ഉരുളക്കിഴങ്ങും ആ വെള്ളവും കൂടെ കൂട്ടി നമുക്ക് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ സവോള നന്നായിട്ടൊന്ന് മൂക്കണം. മൂത്താലേ ഉള്ളൂ നമ്മുടെ ഒത്തിരി കരിഞ്ഞു പോകരുത്, എന്നാൽ നന്നായിട്ടൊരു ഗോൾഡൻ കളർ ആകുന്നോടം വരെ നമ്മൾ വഴറ്റിയെടുക്കണം. അപ്പോഴാണ് നമ്മുടെ സ്റ്റൂവിന് നല്ല ടേസ്റ്റ് വരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ സവോള നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫും ഉരുളക്കിഴങ്ങും കൂടെ നമ്മൾ അതിനകത്തോട്ടിട്ട് ഒത്തിരി ഉരുളക്കിഴങ്ങും ബീഫും ഒത്തിരി വെന്ത് കലങ്ങി പോകരുത്. ഇനി നമുക്ക് അതിനകത്തോട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു തേങ്ങയുടെ 1-ാം പാലും 2-ാം പാലും എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് 2-ാം പാലും ഒഴിച്ചു കൊടുത്ത് ഇച്ചിരി ഉപ്പും കൂടെ കുറവുണ്ടായിരുന്നു, അതും ഇട്ട് ഇച്ചിരി കറിവേപ്പില ഇട്ട് ഇച്ചിരി കുരുമുളക് പൊടി ഇട്ട് ഞാനൊന്ന് പറ്റിക്കാനായിട്ട് വെച്ചു. എന്ന് പറഞ്ഞാൽ ആ വെള്ളമൊക്കെ ഒന്ന് പറ്റി വരണം. അപ്പോഴത്തേക്ക് നമ്മുടെ സ്റ്റൂവിന് ടേസ്റ്റ് കൂടാണ്ട് നമ്മൾ ഇച്ചിരി കപ്പലണ്ടി ആ 1-ാം പാലും കൂടെ ഒഴിച്ച് നന്നായിട്ട് അങ്ങോട്ട് അരച്ചിട്ട് അതുകൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ടേസ്റ്റ് എന്ന് പറയുന്നത്. കാറ്ററിംഗുകാരുടെയൊക്കെ സ്റ്റൂവിൻ്റെ ടേസ്റ്റ് ഇതാണ്. ഇനി ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ഇച്ചിരി കറിവേപ്പിലായിട്ട് ഇച്ചിരി കുരുമുളക് പൊടി ഇട്ട് നമ്മുടെ സ്റ്റൂ റെഡിയായി. ഇനി നമുക്ക് നമ്മുടെ ബ്രെഡ് ആവി കയറ്റാൻ വെക്കാം. എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഒരു 2 മിനിറ്റ് ആവി കയറ്റി നമുക്ക് വാങ്ങി മാറ്റി വെക്കാവേ. ഇതെങ്ങനെ നമ്മുടെ നല്ല അടിപൊളി ബീഫ് സ്റ്റൂവും നമ്മുടെ ബ്രെഡ് ആവി കയറ്റിയതുമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പക്ഷെ നല്ല കോമ്പിനേഷനാണ്, അടിപൊളിയാണ്. അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ, താങ്ക് യു.